കൃത്രിമ മരുന്നുകളില്ലാതെ പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനും ദീർഘനാളായി പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് മടുത്തവർക്കും വളരെ ഉപകാരപ്രദമായ ഒന്നാണ് മുക്കുറ്റി. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും കാണുന്ന മുക്കുറ്റി ഗ്രാമീണ സംസ്കൃതിയുടെ അടയാളമാണ്. ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് മുക്കുറ്റി. എത്ര കൂടിയ പ്രമേഹത്തെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവ്യ ഔഷധമാണ് മുക്കുറ്റി. ആയുർവേദ വിധി പ്രകാരം ത്രിദോഷങ്ങളായ വാത പിത്ത കഫ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് നീക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത സസ്യം തന്നെയാണ് ഇത്. നിരവധി രോഗങ്ങൾക്കുള്ള പരിഹാരമായും ഒട്ടനവധി ഔഷധ ഗുണങ്ങളാലും സമ്പന്നമാണ് മുക്കുറ്റി. പണ്ടൊക്കെ വീട്ടുമുറ്റത്തും പറമ്പുകളിലും ധാരാളം ഉണ്ടായിരുന്ന ഈ ചെടി ഇന്ന് അത്ര കണ്ട് ഇല്ലെന്ന് പറയാം. എന്നാൽ എല്ലാ വീടുകളിലും വളർത്തേണ്ട ഒരു ദിവ്യ ഔഷധം തന്നെയാണ് മുക്കുറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പ്രമേഹ രോഗികളുള്ള വീട്ടിൽ. കാരണം മുക്കുറ്റി വീട്ടിലുണ്ടെങ്കിൽ പ്രമേഹത്തിന് മറ്റൊരു മരുന്നിൻ്റെ ആവശ്യമില്ല. പ്രമേഹത്തെ വളരെ ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഔഷധ സസ്യമായ മുക്കുറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും മുക്കുറ്റിയുടെ മറ്റ് ഔഷധ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. പ്രമേഹ ചികിത്സയിൽ പേരുകേട്ട ഈ മുക്കുറ്റി ഇത്ര കൂടിയ പ്രമേഹത്തെയും വളരെ സുരക്ഷിതമായും ഫലപ്രദമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദിവ്യ ഔഷധമാണ്. ആയുർവേദ വിധി പ്രകാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് വാതപിത്ത കഫദോഷങ്ങൾ നീങ്ങിയാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. ഇതിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് മുക്കുറ്റി. ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റി. നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന മുക്കുറ്റിയുടെ ഇലകൾ കൈകളിൽ വെച്ച് തിരുമ്മി പിഴിഞ്ഞെടുക്കുന്ന പച്ച നിറത്തിലുള്ള നീര് പണ്ട് തൊട്ടേ പ്രധാനമായും കർക്കിടക മാസത്തിൽ ആളുകൾ നെറ്റിയിൽ തൊടാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹത്തിൻ്റെ കേന്ദ്രഭാഗമായ തിരുനെറ്റിയിൽ ഈ മുക്കുറ്റി നീര് തൊടുന്നത് വഴി ഈ ഒരു പ്രത്യേക ഭാഗം ഉത്തേജിതമായി ആരോഗ്യമായ പല ഗുണങ്ങളും ശരീരത്തിന് നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് തൊടുന്നതിന് പിന്നിലുള്ള രഹസ്യം. അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ശരീരത്തിലെ നീര് പോലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും മുക്കുറ്റി വളരെയേറെ ഗുണപ്രദമാണ്. മാത്രമല്ല മുക്കുറ്റി ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായതിനാൽ തന്നെ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകളിലും അല്ലാതെയുള്ള മുറിവുകളിലും മുക്കുറ്റി അരച്ച് നീര് പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് മുക്കുറ്റിയുടെ ഉപയോഗം. ഇതിനായി 5 മുക്കുറ്റിയും 5 കുരുമുളകും ചേർത്ത് അരച്ച് കഴിച്ചാൽ മതിയാകും. മാത്രമല്ല ചുമ, കഫക്കെട്ട്, ജലദോഷം എന്നിവയ്ക്കും ഇതേ രീതിയിൽ മുക്കുറ്റി കഴിച്ചാൽ മതി. മുക്കുറ്റി നീര് സേവിച്ചാൽ വൃക്കയിലെ കല്ല് മാറുകയും രക്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. മുക്കുറ്റി നീരും നറുനെയ്യും കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ അസ്ഥിസ്രാവം മാറും. മുക്കുറ്റിയും നെല്ലിക്കയും കരിവേപ്പിലയും ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഗ്യാസ് ട്രബിൾ മാറുകയും മലശോധന ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മുക്കുറ്റിയും മഞ്ഞളും കൃഷ്ണതുളസിയും സമം അരച്ച് പുരട്ടുന്നതും ഉള്ളിൽ കഴിക്കുന്നതും കീടവിഷങ്ങളെ ശമിപ്പിക്കുവാനും നല്ലതാണ്. അതുപോലെ തന്നെ മുക്കുറ്റി നീര് കഴിക്കുന്നത് ആസ്മയ്ക്ക് ഫലപ്രദമാണ്. മുക്കുറ്റി കഷായം വെച്ച് കഴിച്ചാൽ ഉഷ്ണരോഗവും കുഷ്ഠവും മാറിക്കിട്ടും. മന്തിന് ഈ കഷായം കഴിക്കുന്നത് വളരെ നല്ലതാണ്. താറാവിൻ്റെ മുട്ടയിൽ 3 മുതൽ 7 വരെ മുക്കുറ്റി അരച്ച് ചേർത്ത് 7 ദിവസം കഴിച്ചാൽ അൾസർ മാറിക്കിട്ടും. മുക്കുറ്റിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എണ്ണവും വ്യത്യാസപ്പെടുത്താം. പ്രസവാനന്തരം മുക്കുറ്റി ഇലയും ശർക്കരയും പച്ചരിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാൽ സ്ത്രീയുടെ ആരോഗ്യം മെച്ചപ്പെടും. പ്രസവിച്ച് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗർഭാശയ ശുദ്ധി ഉണ്ടാകും. മുക്കുറ്റി അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് പ്രാണികൾ കടിച്ച ഇടത്ത് പുരട്ടിയാൽ വേദനയും നീരും മാറിക്കിട്ടും. നിങ്ങൾ നിത്യയൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണോ? അതിനും നമുക്ക് മുക്കുറ്റി ഉപയോഗിക്കാവുന്നതാണ്. മുക്കുറ്റി, കറ്റാർവാഴ, തഴുതാമ, ബ്രഹ്മി എന്നിവ അരച്ച് തേനിൽ കലർത്തി നെല്ലിക്കയുടെ വലിപ്പത്തിൽ കഴിക്കുന്നത് നിത്യയൗവനം നിലനിർത്താൻ മികച്ചതാണ്. അതുപോലെ പനിക്കുള്ള മരുന്നായിട്ടും നമുക്ക് മുക്കുറ്റി ഉപയോഗിക്കാം. മുക്കുറ്റി അരച്ച് നെറ്റിയിൽ ഇട്ടാൽ പനി മാറും. അതിസാരം മാറുവാൻ മുക്കുറ്റി ഇല അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ്. മുക്കുറ്റി വെണ്ണ ചേർത്ത് അരച്ച് ഉപയോഗിച്ചാൽ തേനീച്ച വിഷം മാറും.
ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണല്ലോ അൾസർ. മുക്കുറ്റിയും മഞ്ഞളും തേനും ചേർത്ത് കഴിക്കുന്നത് അൾസർ മാറാൻ നല്ലതാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി ഉപയോഗങ്ങളും ഔഷധ ആരോഗ്യ ഗുണങ്ങളും മുക്കുറ്റി എന്ന ഈ ഒരു ചെറു സസ്യത്തിനുണ്ട്. ഇനി ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രമേഹ രോഗത്തിൻ്റെ ശമനത്തിനായി മുക്കുറ്റി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിനായി ഒരു വലിയ ചുവട് മുക്കുറ്റി വേരോടെ പറിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. വലിയ ചുവട് മുക്കുറ്റി കിട്ടിയില്ലെങ്കിൽ 2-3 ചെറിയ മുക്കുറ്റിയുടെ തൈ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാലും മതി. അതിനുശേഷം ഒരു വലിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കുറ്റിയിട്ട് നന്നായി തിളപ്പിക്കുക. ഈ 2 ഗ്ലാസ് വെള്ളം വറ്റി ഏകദേശം 1 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക. ഏകദേശം 300-350 ml വെള്ളം എടുത്തിട്ട് അതിൽ മുക്കുറ്റി ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അത് ഏകദേശം 1 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ തിളപ്പിക്കുക. ഈ തിളപ്പിച്ച വെള്ളം ഈ മുക്കുറ്റി മാറ്റിയിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുക. ഈ വെള്ളം ഒരു ചെറു ചൂടോടെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ കുടിച്ചാൽ എത്ര കൂടിയ പ്രമേഹവും കുറഞ്ഞു കിട്ടും. ഏകദേശം തുടർച്ചയായിട്ട് ഒരാഴ്ച, അതായത് 7 ദിവസമാണ് ഇങ്ങനെ ഈ ഒരു മുക്കുറ്റി വെന്ത വെള്ളം കുടിക്കേണ്ടത്. നല്ല കൂടിയ പ്രമേഹമുള്ളവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതായത് രാത്രി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഇങ്ങനെ ഈ മുക്കുറ്റി വെന്ത വെള്ളം 1 ഗ്ലാസ് കുടിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ദാഹശമനിയുടെ പൊടികളോ അല്ലെങ്കിൽ ഏലക്കായയോ ജീരകമോ ഒക്കെ ഇട്ട് തിളപ്പിക്കാറുണ്ട്. ഇതിന് പകരം മുക്കുറ്റിയുടെ ഇലകളോ അല്ലെങ്കിൽ മുക്കുറ്റി തൈയോ ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതും ആ വെള്ളം ദിവസവും നമ്മൾ കുടിക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിൽ. പ്രമേഹ രോഗികൾക്ക് പ്രമേഹം മാറാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് ഇതുപോലെ മുക്കുറ്റിയിട്ട് വെന്ത വെള്ളം ഒരാഴ്ച തുടർച്ചയായിട്ട് കുടിക്കുന്നത്. ഇങ്ങനെ കുടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ബ്ലഡിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നോർമൽ ആകുന്നത് വരെ ഇങ്ങനെ വെള്ളം കുടിക്കാവുന്നതാണ്. തുടർച്ചയായി 7 ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാകും. മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹം തടയാൻ ഉത്തമമാണ്. ഈ വെള്ളം നിത്യവും കുടിച്ചാൽ പ്രമേഹത്തെ ഫലപ്രദമായി നമുക്ക് നേരിടാം. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ പ്രമേഹത്തെ ഫലപ്രദമായി നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു മുക്കുറ്റി ഉപയോഗിച്ച് നമുക്ക് നേരിടാവുന്നതാണ്. ഇന്നത്തെ ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിലൊന്നായ പ്രമേഹത്തെ തടയാൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഈ മുക്കുറ്റി വെന്ത വെള്ളം കുടിക്കുന്നത്. പ്രമേഹം അധികമായാൽ ഇൻസുലിൻ പോലുള്ള കുത്തിവെപ്പുകൾ അത്യാവശ്യമായും വരും. പ്രമേഹത്തിന് നല്ല ഒന്നാന്തരം മരുന്നാണ് മുക്കുറ്റി. ഇത് സമൂലം, അതായത് ഇത് മുഴുവനായിട്ടും പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ചിട്ടോ അല്ല നേരിട്ടോ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രമേഹത്തിൻ്റെ അളവ് കുറയുന്നത് വരെ നമുക്ക് അടുപ്പിച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മുക്കുറ്റിയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.